ആദികുട്ടാ, ഇന്ന് എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റിന്? ആ പിന്നെ പൊട്ടാറ്റോ കറി, പിന്നെ ഒരു മുട്ടയോ? ഒന്നെവിടെ പോയി? അതാണ് എൻ്റെ ആദികുട്ടൻ്റെ പൊട്ടിയ പ്ലേറ്റാണ് കേട്ടോ. കണ്ടോ, പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവളുടെ ഫേവറേറ്റ് പ്ലേറ്റ്, അത് വിട്ട് വേറൊരു പ്ലേറ്റും എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ ഈ വേനൽ ചൂടത്ത്. അല്ല ആദികുട്ടാ? അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. ഹലോ, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ആദികുട്ടി അതാ ഒരു മൈലാഞ്ചിയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്നോ ഇരുന്നതാ, ഇവിടെ ഇരുന്നിരുന്നൊരു മൈലാഞ്ചിയാണ്. അപ്പോൾ കൈ നിറയെ മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു ആൾക്ക്, ഓരോ വിരലിലും എന്തൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത്രയും ഇടാനുള്ള കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ മൈലാഞ്ചിയൊക്കെ എനിക്കറിയുന്ന രീതിയിലൊക്കെ ഇട്ട് കൊടുത്ത് ആൾ നല്ല ഹാപ്പിയായി. അങ്ങനെ ഞാനും കുറച്ച് പണികളൊക്കെ ചെയ്തു കേട്ടോ. ഈ കയ്യിൽ മിക്കപ്പോഴും ഞാനൊരു കുത്തബ് മിനാർ വരെ പണിയാറുണ്ട്. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ വിഭവങ്ങൾ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അത്താഴം, ഇത് മൂന്നും ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് രസമാണ് ഉണ്ടാക്കിയത് കേട്ടോ. കാരണം എല്ലാവർക്കും വയറിനൊരു സുഖമില്ല. വയറിന് സുഖമില്ലാതിരിക്കുമ്പോൾ അതുപോലെ നല്ല തൊണ്ടവേദന, കരകരപ്പ്, ഇതൊക്കെ ഉള്ളപ്പോൾ നല്ലൊരു ഡിഷാണ് രസം കേട്ടോ. ഇത് ഞാൻ ഈ പൊടി വാങ്ങിച്ചത് ഉണ്ടാക്കുന്നതൊന്നുമല്ല, ഞാൻ തന്നെ എൻ്റെ അളവിന് പൊടികളൊക്കെ എടുത്തൊരു നല്ല രസം വയ്ക്കും. അതെൻ്റെ കെട്ടിയവനും കൊച്ചിനും ഭയങ്കര ഇഷ്ടമാണ്. അതല്ലേ നമ്മുടെ ഒരു സന്തോഷം അല്ലേ. കുറച്ചധികം വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, കായം എല്ലാം കൂടെ ഇടിച്ച് പൊടിച്ചുണ്ടാക്കിയ രസം. അപ്പോൾ അതിനോടൊത്ത് നല്ല വെള്ളരിയുടെ ചോറാണ് എടുത്തത്. ലൈറ്റായിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ പടവലങ്ങയുടെ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ കേട്ടോ. അതുകൊണ്ടാണ് പടവലങ്ങ മെഴുക്ക് വരട്ടിയായിട്ട് വെച്ചത്. അത് പപ്പടമൊക്കെ കൂട്ടി ആ രസം അങ്ങ് ഒഴിച്ച്, രസം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കഞ്ഞി പോലെ അങ്ങ് ഒഴിക്കണം. അത്രയും രസവും എടുത്ത് അത് പപ്പടവും കൂട്ടി അങ്ങ് കഴിച്ചു. ആ പ്ലേറ്റ് ചോറ് തീർന്ന വഴി കണ്ടില്ല കേട്ടോ. നമ്മുടെ അസുഖവും വയറിനുള്ള ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ പമ്പ കിടക്കും. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ വർക്ക് ചെയ്യാൻ മേലേക്ക് പോയപ്പോൾ അതുവരെ നല്ല വെയിലായിരുന്നു കേട്ടോ. മഴയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലായിരുന്നു. കുറച്ചങ്ങ് കഴിഞ്ഞത് ക്ലൈമറ്റ് പെട്ടെന്ന് അങ്ങ് മാറിയത്. നല്ല മഴയുടെയും അതുപോലെ ഇടിയുടെയൊക്കെ വരവ് കണ്ട് പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ കിടിലൻ മഴ, കൂടെ നല്ല ഇടിയും കാറ്റും. ശരിക്കും പേടി തോന്നുന്ന രീതിയിലാണ് കാറ്റടിച്ചത് കേട്ടോ. അതോടെ എങ്ങ് പോയ കറണ്ടാണ്. അപ്ലോഡ് ചെയ്യുന്ന ഇപ്പം വരെ കറണ്ടില്ല. വർക്കിൻ്റെ ഇടയിൽ കാറ്റും മഴയൊക്കെ കാണാൻ വേണ്ടി ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ ടെറസിലെത്തിയിട്ടോ. അവിടുന്ന് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴോ എൻ്റെ സിസ്റ്റം ഇരിക്കുന്നതിൻ്റെ പിന്നിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് മൊത്തം വെള്ളമായിരുന്നു സിസ്റ്റം ഇരിക്കുന്ന അവിടെയൊക്കെ. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കക്ഷി കണ്ടോ, ഒരു പേടിയില്ലാതെ സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് എക്സസൈസ് ചെയ്യുമായിരുന്നു. എന്താ ഇതിനെയൊക്കെ പറയേണ്ടത്. കയറി വരാൻ പറഞ്ഞപ്പോൾ എന്നോട് പറയാം, അമ്മയ്ക്ക് ഫുള്ള് പേടിത്തൊണ്ടിയാണ് അമ്മ. പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ നല്ലൊരു മഴയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ കറണ്ട് പോയിരുന്നു, എന്നാലും ഉള്ള വെളിച്ചത്തിൽ ഒരു മാങ്ങയൊക്കെ ഇട്ട് ഞാനൊരു അയിലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി ബീട്രൂട്ട് നല്ല മെഴുക്ക് വരട്ടിയും കൂട്ടി ഒരു അത്താഴം അങ്ങ് കഴിച്ചു. എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.